ഇതൊരു പൂജാമുറിയാണ്, കുഞ്ഞു പൂജാമുറിയാണ്. പൂജാമുറിയായിട്ട് സെറ്റ് ചെയ്തില്ല. ഞങ്ങള് ഭയങ്കരമായിട്ട് ഈ വാസ്തു നോക്കുന്നവരാണ്, സ്പെഷ്യലി അച്ഛൻ ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ട് ഇവിടെയാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു പൂജാ ഹാൾ ഉള്ളത്. അപ്പൊ ഇവിടെ ഞങ്ങളിങ്ങനെ വിളക്ക് കൊടുത്താറൊക്കെ ഉണ്ട്. നല്ല വിശ്വാസിയാണോ? ഭയങ്കര ഓവറായിട്ടുള്ള ഒരു ഇതല്ല, എന്നാലും ഒരു സുപ്രീം പവറിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാര്യം ഒരു മൈക്കിന്റെ ഒക്കെ ഒരു കളിയല്ലേ, മൈക്ക് നിന്ന് പോരുത്, കറണ്ട് ഓഫ് ആകരുത്, ഭയങ്കര പ്രാർത്ഥനയാണ് കയറുന്നതിന് മുമ്പ്. ഇന്ന് എന്റെ പണി പകുതി കുറഞ്ഞിരിക്കുക, കാരണം ഭയങ്കര വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആങ്കറിന്റെ അടുത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. വരൂ ഒന്നും എനിക്ക് പറയേണ്ടി വരുന്നില്ല, തല കുളിക്കാൻ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഹാൾ. ഇതാണ്, ഇതെല്ലാം എനിക്ക് കിട്ടിയതാണ് കേട്ടോ. വീണ ഈ ആങ്കർ എന്ന് പറയുന്നതിന് മുമ്പ് 3 വയസ്സ് തൊട്ട് ഞാൻ എന്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞു. ഞാൻ ആക്ച്വലി ഇതിൽ ഒന്നും പ്രൈസ് കിട്ടാത്തായിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ല. ഇതെല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ജീവിതത്തിൽ കിട്ടിയ ഒരു ഗിഫ്റ്റും കൂടെ ഇവിടെ അച്ഛൻ എടുത്ത് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിപ്പോ മൗനം പാലിക്കുന്നു. ഞാൻ കുഞ്ഞിലെ മുതൽ ഡാൻസ് ആയിരുന്നു, പിന്നെ കഥകളിക്ക്, മോഹിനിയാട്ടത്തിന്. യൂട്യൂബ് കൊടുത്ത പ്രൈസ് ഒരു ഇരിപ്പുണ്ട് ഗൈസ്, കണ്ടില്ലേ? കാരണം ആകെപ്പാട് അന്ന് നിർത്തിയതോ, പിന്നെ തുടങ്ങിയിട്ടില്ല വ്ളോഗിംഗ് ഒന്നും. അതിൽ ഏറ്റവും ആദ്യം കിട്ടിയ ഗിഫ്റ്റ് ഏതാന്ന് ഓർമ്മയുണ്ട്? ഇതായിരുന്നു എന്റെ ഫസ്റ്റ് കോമ്പറ്റീഷൻ. ആണോ? 98 കേട്ടോ. ഇപ്പൊ എത്ര കാലമായി? 2008. 18. എന്തിനാ വെറുതെ കണക്കിൽ പണ്ടേ ഭയങ്കര പുലി, അതുകൊണ്ട് വെറുതെ ഇതൊന്നും പറയല്ലേ. ഇതിന് കിട്ടിയ ഒരു കുഞ്ഞു ട്രോഫി ഉണ്ടായിരുന്നു. അതാണ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കഥകളിക്കും മോഹിനിയാട്ടത്തിനൊക്കെ സ്റ്റേറ്റിൽ കിട്ടിയതാണ് ഇവിടെ മൊത്തം വച്ചേക്കുന്നത്. ഇത് കഥകളിയുടെ. അപ്പൊ പലരും വിശ്വസിക്കില്ല കഥകളി. പണ്ടേ ഒരു സകലകല വല്ലഭയായിരുന്നല്ലേ? ഡാൻസിലായിരുന്നു, സംസാരിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. പിന്നെ ആങ്കറിംഗ് കയറിയപ്പോ പിന്നെ ആരും വിശ്വസിക്കാറില്ല വീണ ഞാൻ കഥകളി ചെയ്യുന്നൊന്നും പറഞ്ഞാലൊന്നും. ഓക്കെ, അപ്പൊ ഇതിനിടയിൽ നമ്മൾ വേറൊരു മുറി ഉണ്ടോ? അവിടെ എന്താ നടക്കുന്നത്? ഇത് ആക്ച്വലി ഇതിനൊരു കഥയുണ്ട് വീണ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അമ്മൂമ്മയുടെ റൂമായിരുന്നു. എന്റെ 11-12 വർഷത്തിന് മുമ്പാണ് മരിക്കുന്നത്. അപ്പം മരിക്കുന്നതിന് മുമ്പ് വരെ ഞാനും അമ്മൂമ്മയൊക്കെ കിടന്നിരുന്ന ഈ റൂമിലായിരുന്നു. അമ്മൂമ്മ വലിയ അമ്മൂമ്മക്കുട്ടിയായിരുന്നു. കാരണം ഞാൻ 3 വയസ്സ് തൊട്ട് അമ്മൂമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. അപ്പം അമ്മൂമ്മയുടെ ഒരു ഫീലാണ് എനിക്ക് ഈ റൂമിൽ കയറുമ്പോൾ. ഇപ്പം പക്ഷെ എന്റെ ഡാൻസിന്റെ കോസ്റ്റ്യൂംസ് അതിലും, നമ്മുടെ ഷൂട്ടിന്റെ കോസ്റ്റ്യൂംസ് മൊത്തം ഇതിലുമാണ്. ട്രോളി ബാഗ് വെച്ചിട്ടുണ്ട്, നമുക്ക് അബ്രോഡ് പോകുമ്പോൾ പെട്ടെന്ന് ഈ ട്രോളിയും കൂടെ എടുത്തോണ്ട് പോകാനായിട്ട്. എല്ലാം സെറ്റ് ആണ് ഇവിടെ ഗൈസ്. പിന്നെ ഈ ഗസ്റ്റുകൾ വരുമ്പോ ഞങ്ങൾ പറയും ഇത് അമ്മൂമ്മയുടെ റൂമായിരുന്നു, അപ്പൊ രാത്രി അമ്മൂമ്മ ഒന്ന് ശല്യപ്പെടുത്തിയാലോ ഒന്നും തോന്നരുത് എന്നൊക്കെ പറയേ. ഞാൻ കാണുന്നത് എന്താണെന്നറിയും, ഇവിടെ രാവിലെ ആവുമ്പോ അവർ ഈ ദിവാനിൽ കയറി കിടക്കുന്നുണ്ടാവും ഈ റൂമിൽ നിന്ന് എണീറ്റിട്ട്. ചേട്ടനോടും അങ്ങനെ പറഞ്ഞിരുന്നോ? എനിക്ക് സംശയമുണ്ട്, ഈ ഭാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ? അമ്മൂമ്മയുടെ റൂമാണ്, അമ്മൂമ്മ രാത്രി വന്ന് ഉപദ്രവിക്കുന്നൊക്കെ. അല്ല, വെറുതെ ആണ്. ഞാൻ കിടക്കത്തില്ല. എനിക്ക് രണ്ടുപേരോട് കിടന്നിട്ടുണ്ടോ അതിനകത്ത്? ഞാൻ വിഷ്ണു കൂടെ ആയപ്പോ എനിക്ക് ഓക്കെയാ, നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് എനിക്ക് പറ്റത്തില്ല. ആണ്, ഒറ്റയ്ക്ക് കിടക്കുമ്പോ മാത്രമേ അമ്മമ്മ വന്ന് കമ്പനി വരുള്ളൂ അല്ലേ? എനിക്ക് എന്തോ പെട്ടെന്ന് രാത്രിയൊക്കെ എണീക്കുമ്പോഴേ ആ ഒരു റൂമിന്റെ ഒരു ഇതൊക്കെ നമുക്കൊരു എന്തോ ഒരു ഫീല് വരും. ഇതാണ് ഞങ്ങൾ TV വാച്ചിങ് സ്പേസ്. ഇതാണ്